ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒത്തിരിയേറെ ദേവാലയങ്ങളുള്ള ഒരു രാജ്യമാണ് ജർമ്മനി. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെയുള്ള ഒരു ദേവാലയം പരിചയപ്പെടാം. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഉള്ള ഇടവക ദേവാലയത്തിൻ്റെ മുൻപിലാണ്. വളരെ ചെറിയ, വളരെ മനോഹരമായ ഒരു പള്ളിയാണിത്. 15-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു ദേവാലയമാണിത്. വിശുദ്ധ മാർട്ടിൻ്റെ നാമത്തിൽ പണി കഴിക്കപ്പെട്ട ഒരു പള്ളിയാണിത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ദേവാലയത്തിൻ്റെ ഉൾവശവും ഇതിൻ്റെ പരിസരങ്ങളും ഒന്ന് പരിചയപ്പെടാം. ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ദേവാലയത്തിൻ്റെ മെയിൻ ഡോറ് കാണാൻ സാധിക്കും. മുൻപിൽ കാണുന്നതാണ് ദേവാലയത്തിൻ്റെ ആനവാതിൽ. നമ്മളിപ്പോൾ ദേവാലയത്തിൻ്റെ അകത്തെത്തി. വളരെ മനോഹരമായ ഒരു കാർപ്പറ്റ് നടുക്ക് വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലും ഇരിക്കുവാനുള്ള സൗകര്യമുണ്ട്, ബെഞ്ചുകളുണ്ട്. ഈ ദേവാലയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണയായി ജർമ്മനിയിൽ സ്ത്രീകൾ ദേവാലയത്തിൻ്റെ ഇടതുവശത്താണ് ഇരിക്കുന്നത് പരമ്പരാഗതമായിട്ട്. ഇപ്പോൾ അങ്ങനെ നോക്കാറില്ല എങ്കിൽ പോലും ഇപ്പോൾ എല്ലാവരും മിക്സ് ചെയ്താണ് ഇരിക്കുന്നത്. എങ്കിൽ പോലും ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത, ഇവിടെ സ്ത്രീകൾ ദേവാലയത്തിൻ്റെ വലതുവശത്താണ് ഇരിക്കുന്നത്. അതിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഇതാണ്. യൂറോപ്പിന് ഏറ്റവും അധികം നാശം വിതച്ച യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു 30 വർഷ യുദ്ധം എന്നറിയപ്പെടുന്നത്. അതായത് 1618 മുതൽ 1648 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന 30 വർഷം നീണ്ടു നിന്ന ഒരു യുദ്ധമാണിത്. അപ്പോൾ ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് യുദ്ധം നടന്നിരിക്കുന്നത് ജർമ്മനിയിലാണ്. അപ്പോൾ യുദ്ധകാലത്ത് പുരുഷന്മാരെല്ലാവരും യുദ്ധത്തിന് പോയി കഴിഞ്ഞപ്പോൾ ഈ വില്ലേജ് സംരക്ഷിച്ചത് ഇവിടുത്തെ സ്ത്രീകളാണ്. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ദേവാലയത്തിൻ്റെ വലതുവശത്ത് ഇരിക്കുവാൻ ഉള്ള അനുവാദം സ്ത്രീകൾക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ വലതുവശത്ത് കാണുന്നത് മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും ഒരു രൂപമാണ്. വളരെ മനോഹരമായ ഒരു രൂപം. വലതുവശത്ത് മുകളിൽ കാണുന്നത് പണ്ടുകാലത്ത് ദേവാലയത്തിൽ വചനം പ്രഘോഷിക്കുവാനും പ്രസംഗിക്കുവാനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. പള്ളിയുടെ ഒരു വശത്തായിട്ട് പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് കാലഘട്ടമായിരുന്നല്ലോ, അത് കാരണം പുൽക്കൂട് ഉണ്ട്. വളരെ മനോഹരമായ ഒരു ചെറിയ പുൽക്കൂടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ദേവാലയത്തിൻ്റെ മുകൾ വശത്തായി വിശുദ്ധ സ്റ്റെഫാനോസിൻ്റെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട്. വിശുദ്ധ സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ദൃശ്യമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു അൾത്താരയാണ് ദേവാലയത്തിനുള്ളത്. അൾത്താരയുടെ ഇടതുവശത്തായിട്ട് പഴയ കുമ്പസാരക്കൂടുണ്ട്. പണ്ട് കാലങ്ങളിൽ പള്ളിയുടെ അൾത്താരയുടെ അടുത്ത് തന്നെയാണ് കുമ്പസാരക്കൂട് ഉണ്ടായിരുന്നത്. ഇടതുവശത്ത് കാണുന്നതാണ് ഇവിടുത്തെ കുമ്പസാരക്കൂട്. ഇപ്പോൾ പുതിയൊരു കുമ്പസാരക്കൂട് ദേവാലയത്തിൻ്റെ പുറകുവശത്തുണ്ട്. ഇത് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ പറഞ്ഞ വളരെ പഴക്കമുള്ള ഒരു ദേവാലയമാണിത്. അപ്പോൾ ഈ ദേവാലയത്തിൻ്റെ ഒറിജിനൽ ഭിത്തികളിലൊന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പള്ളി മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഭിത്തിയുടെ 1-2 ഭാഗങ്ങൾ ഇവിടെ അവർ സൂക്ഷിച്ചു വച്ചിരുന്നു. അതാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ക്രൂശിത രൂപവും അതുപോലെ തന്നെ സെൻറ്റ് ജോർജിൻ്റെ ഒരു രൂപവും ഒരു സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ഇത് ഇവിടുത്തെ മാമോദീസ തൊട്ടിയാണ്. ഇവിടുത്തെ ദേവാലയങ്ങളിലെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് മാമോദീസ തൊട്ടിക്കുള്ളത്. ഇവിടെ അൾത്താരയുടെ ഇടതുവശത്തായിട്ടാണ് ഈ മോദീസ തൊട്ടി സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ തണുപ്പുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അപ്പോൾ തണുപ്പ് കാലത്ത് ചൂടാക്കാൻ വേണ്ടി ഈ കുഷൻ, ഇലക്ട്രിക് ഹീറ്റിംഗ് ഉള്ള കുഷനാണ് ഈ ബെഞ്ചിൽ ഉള്ളത്. അപ്പോൾ നമുക്ക്
ഒത്തിരിയേറെ തണുപ്പടിക്കാണ്ട് ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. എല്ലാ സീറ്റുകളും തന്നെ ഹീറ്റിംഗ് സൗകര്യമുള്ളതാണ്. ഇവിടെ ദേവാലയങ്ങളിൽ നാട്ടിലത്തെ പോലെ കീബോർഡ് അല്ലെങ്കിൽ ഓർഗൻ ഉപയോഗിക്കാറില്ല. അതിന് പകരം ഇവിടെ സ്ഥിരമായിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റാണുള്ളത്. ഓർഗൽ എന്നാണ് അതിൻ്റെ പേര്. വളരെ വലിപ്പമുള്ള ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റാണത്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഒത്തിരിയേറെ വലിപ്പമുള്ള സ്ഥിരമായിട്ട് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഞായറാഴ്ചകളിലും അതുപോലെ ഇടവസങ്ങളിലുമൊക്കെ അതാണ് ഇവിടെ വായിക്കാറ്. മാതാവിനോട് ഒത്തിരി ഭക്തിയുള്ള രാജ്യമാണ് ജർമ്മനി. ഒത്തിരി മരിയൻ ഗാനങ്ങളൊക്കെ രചിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ദേവാലയത്തിൻ്റെ ഒരു വശത്തായിട്ട് മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, മറുവശത്തായിട്ട് ഈശോയുടെ ഒരു രൂപം, അതിൻ്റെ സൈഡുകളിലായിട്ട് കുരിശിൻ്റെ വഴികളിലെ ചിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പള്ളിയുടെ 2 സൈഡുകളിലുമായിട്ട് രണ്ട് ചുമരുകളിലും 12 അപ്പസ്തോലന്മാരുടെ ചിത്രങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് 2 സൈഡുകളിലായിട്ട്. ഇത് പള്ളിയുടെ മുകൾ വശമാണ്. അവിടെ ഈശോയുടെ സ്വർഗ്ഗാരോപണത്തിൻ്റെ ദൃശ്യങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ മനോഹരമായ ഒരു ദേവാലയം ആണ് ഈ ദേവാലയം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ദേവാലയത്തിൻ്റെ പുറത്തു നിന്നുള്ള ഒരു ദൃശ്യമാണ്. ദേവാലയത്തിന് ചുറ്റുമാണ് ഇവിടെ കല്ലറകൾ. ഈ ദേവാലയത്തിന് ചുറ്റും നമുക്ക് കല്ലറകൾ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.